ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തതാജം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവസരം ഒരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സംഭവബഹുലമാകുന്ന ഒരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ അനർത്ഥങ്ങൾ, ആപത്തുകൾ നിന്നൊക്കെയും വിടുവിച്ച്, ഹല്ലേലൂയ, ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത എല്ലാ വിധങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി കരയറ്റാം. എത്രയോ പേർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ പകൽക്കാലം കാണുവാൻ, ഈ വൈകിയ സമയം കാണുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ആ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിനെ നന്ദി കരയറ്റാം. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്നത്തെ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ, തിരുനാമത്തെ ഉയർത്തുവാൻ സ്വർഗമേ അങ്ങ് തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പേജിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരണം. ഈ വൈകിയ സമയത്ത് വലിയ ദൈവപ്രവൃത്തി കാരണമാകണം. കർത്തൃദാസിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകണം. തടസ്സങ്ങളെ മാറ്റണം. ദൈവപ്രവൃത്തി വെളിപ്പെടണം. കർത്താവെ, വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഹൃദയങ്ങൾ അങ്ങ് ഇടപെടുമാറണം. ലുദിയായുടെ ഹൃദയത്തെ തുറന്ന കർത്താവ്, ഹല്ലേലൂയ, അനേകരുടെ ഹൃദയത്തെ അങ്ങ് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില അത്ഭുതങ്ങൾക്ക് കാരണമാക്കി തീർക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. സംസാരിപ്പാൻ അടിയനെയും ബലപ്പെടുത്തണം. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണം. കർത്താവ്, എല്ലാ തടസ്സങ്ങളിൽ നിന്ന് വിടുവിച്ചിരിക്കുക. സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ല വൈകിയ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നൽകി തന്ന അവസരത്തിനായിട്ട് നമുക്ക് സ്തുതിക്കാം. നാം പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇന്ന് ഈ വൈകിയ സമയം കാണുവാൻ ദൈവം ഇടയാക്കിയത് നമ്മുടെ ബലമോ മിടുക്കോ കഴിവോ ശക്തിയോ ഒന്നും കൊണ്ടല്ല. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാകിയാൽ നമുക്ക് നന്ദി കരയറ്റാം. ഹല്ലേലൂയ. നമ്മെപ്പോലെ അനേകർക്ക് ഈ വൈകിയ സമയം കാണാൻ കഴിയാതെ വണ്ണം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേക കുടുംബങ്ങൾ ദുഃഖത്തിലെ, കണ്ണുനീരിലെ, വിഷമത്തിലെ, ബുദ്ധിമുട്ടിലെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം സംഭവിക്കാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി കരയറ്റാം. സ്തോത്രം. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഹല്ലേലൂയ. സ്തുതികളിൽ മേൽ വസിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവത്തിന് നാം, ഹല്ലേലൂയ, സ്തുതികൾ അർപ്പിക്കുന്നവരായി തീരണം. സ്തോത്രം ചെയ്യുന്നവരായി തീരണം. നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നാം മറക്കാതെ ദൈവത്തിന് നന്ദി കരയറ്റണം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നതാണല്ലോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. കാരണം എന്തേ? ദൈവം നമുക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ആ ഉപകാരത്തെ ഹല്ലേലൂയ മറക്കാതെ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. രൂത്തിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഹല്ലേലൂയ. രൂത്ത്, ഹല്ലേലൂയ, ഒരിക്കലും ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ ചാൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഈ ബൈബിളിൽ സ്ഥാനം പിടിക്കുവാൻ രൂത്തിന് യാതൊരു വിധമാകുന്ന അർഹതയും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ശപിക്കപ്പെട്ട മോവാബ് ദേശത്ത്, ഹല്ലേലൂയ, ആ ദേശത്തെ ഒരു വ്യക്തിയായി രൂത്ത് പാർത്തിരുന്നു. എങ്കിലും
രൂത്തിനെ ദൈവം മുന്നമേ കണ്ടിരുന്നതിനാൽ ഹല്ലേലൂയ രൂത്തിനെ ഈ പ്രകാരം ദൈവവചനത്തിൽ ഹല്ലേലൂയ ഒരു ഭാഗമായി തീരുവാൻ ഹല്ലേലൂയ ദൈവം രൂത്തിനെ ഇടയാക്കി. ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും രൂത്തിനെ പറ്റി നന്നായി അറിയാവുന്നതാണല്ലോ. ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ രൂത്തിനോട് ഇപ്രകാരം ബോവസ് പറയുമ്പോൾ ഹല്ലേലൂയ നാമും ചിന്തിക്കണം. ഹല്ലേലൂയ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നാം ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാണ്. ഹല്ലേലൂയ ചെയ്യുന്ന പ്രവർത്തിക്ക് നാം ഓരോരുത്തരും എന്താണോ ചെയ്യുന്നത് അതിന് തക്കതായ പ്രതിഫലം ലഭിക്കും. സ്തോത്രം. രൂത്തിനെ മാനിക്കേണ്ടതിന് ഹല്ലേലൂയ ഒരു കുടുംബത്തെ ബേത്ലഹേമിൽ നിന്ന് മോവാബ്യ ദേശത്തേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. അപ്പത്തിൻ്റെ അനുഭവത്തിലിരിക്കുന്ന ഭവനം അല്പക്ഷാമം വന്നപ്പോൾ, അല്പം പ്രയാസം വന്നപ്പോൾ, അല്പം ദുഃഖം വന്നപ്പോൾ ആ ദേശം വിട്ട് മോവാബ്യ ദേശത്തേക്ക് കടന്നു വന്നു. മോവാബ്യ ദേശത്ത് കടന്നു വന്നപ്പോൾ അവിടെ ഹല്ലേലൂയ പ്രശ്നങ്ങൾ ഒന്നിനു മീതെ ഒന്നായി ആ കുടുംബത്തിൽ ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുന്നുവോ അതുപോലെ തന്നെ ഹല്ലേലൂയ നവോമിയുടെ കുടുംബത്തിലും പ്രശ്നങ്ങൾ ആരംഭിക്കുവാനിടയായി തീർന്നു. മോവാബ്യ ദേശത്ത് അവർ താമസിച്ച കാലത്ത് ഹല്ലേലൂയ 2 മക്കൾ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഹല്ലേലൂയ ആദ്യം തൻ്റെ ഹല്ലേലൂയ നവോമിയുടെ ഭർത്താവ് മരണപ്പെട്ടു. പിന്നെ 2 തലമുറകളും മരണപ്പെട്ടു. ഇപ്പോൾ അവശേഷിക്കുന്നത് 3 വിധവകളായ സ്ത്രീകളാണ്. ഹല്ലേലൂയ ഒരു ദിവസം കേൾക്കുവാനിടയായി തീർന്നത് നവോമിക്ക് ഇപ്രകാരം ബേത്ലഹേമിലെ ക്ഷാമമൊക്കെയും മാറി, അപ്പത്തിൻ്റെ ഭവനത്തിലെ ക്ഷാമമൊക്കെയും മാറി, അവിടെ ഒന്നിനും കുറവില്ല എന്നുള്ള വാർത്ത കേൾക്കുവാനിടയായപ്പോൾ നവോമി ഒരു തീരുമാനമെടുത്തു. ഇനി ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, ഇനി എനിക്കിവിടെ നിൽക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ആ ദേശത്ത്, എൻ്റെ ദേശത്ത്, എൻ്റെ സ്വന്തമെന്ന് പറയുന്ന ആ ദേശത്ത്, എൻ്റെ എല്ലാവരും ഉള്ള ആ ദേശത്തേക്ക് മടങ്ങിപ്പോകണമെന്ന് നവോമിക്ക് ഹല്ലേലൂയ ചിന്ത വന്നു. അപ്രകാരം നവോമിക്ക് ചിന്ത വന്നപ്പോൾ തൻ്റെ 2 മരുമക്കളെയും വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കളുടെ അടുക്കലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. ഹല്ലേലൂയ ഞാൻ പോകുകയാണ്, എൻ്റെ ആ ബേത്ലഹേം പട്ടണത്തിലേക്ക് പോകുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടേക്ക് മടങ്ങിപ്പോകാം എന്ന് പറയുമ്പോൾ ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ചു. ഹല്ലേലൂയ പൊട്ടി കരഞ്ഞു. അവൾ കടന്നുപോയി. എന്നാൽ രൂത്ത് ഹല്ലേലൂയ അമ്മായിയമ്മയെ വിട്ടു പോകുവാൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ രൂത്ത് ഹല്ലേലൂയ ആ അമ്മായിയമ്മയുടെ ഗുണഗണങ്ങളൊക്കെയും നന്നായി രൂത്ത് അറിഞ്ഞതിനാൽ ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കടന്നു വന്നെങ്കിലും ആ ദൈവത്തെ ഉപേക്ഷിക്കാതെ ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇത്രയും പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഭർത്താവ് മരിച്ചു പോയപ്പോഴും 2 ഹല്ലേലൂയ തലമുറകൾ നഷ്ടപ്പെട്ടപ്പോഴും ആ ഹല്ലേലൂയ പ്രതികൂലത്തിൻ്റെ സാഹചര്യം ആ ദൈവത്തെ മറക്കാതെ മുറുകെ പിടിച്ച് ഇവിടം വരെ നിന്നത് ഒരു ഹല്ലേലൂയ മറ്റാർക്കും കഴിയാത്തൊരു ഹല്ലേലൂയ അവസ്ഥയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ രൂത്ത് ഹല്ലേലൂയ അമ്മായിയമ്മയോട് ചേർന്ന് നിൽക്കുവാനിടയായി തീർന്നു. രൂത്തിനോട് പറഞ്ഞു, നിന്റെ ഹല്ലേലൂയ സഹോദരി വിട്ടുപോയല്ലോ, നീയും വിട്ടുപോക എന്ന് പറഞ്ഞപ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ നിന്റെ ദൈവം എന്നോട് ഹല്ലേലൂയ 1-ാം അധ്യായം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, നിന്നെ വിട്ടു പിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എനിക്ക് ചെയ്യുമാറാകട്ടെ. സ്തോത്രം.
ഹല്ലേലൂയ. അമ്മായിയമ്മയുടെ നല്ല ഗുണഗണങ്ങളെ കണ്ട മരുമകൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ മരുമകളോട് ഇന്നത്തെ കാലത്ത് നാം നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ അമ്മായിയമ്മയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന മരുമക്കളെ അധികമായൊന്നും കാണുവാൻ കഴിയുകയില്ല. അപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ ഹല്ലേലൂയ അമ്മായിയമ്മയുടെ ഗുണഗണങ്ങളെ അറിഞ്ഞുകൊണ്ട് അമ്മായിയമ്മയുടെ ദൈവത്തെ നന്നായി അറിഞ്ഞതിനാൽ ആ അമ്മായിയമ്മയോട് ചേർന്ന് നിൽക്കുന്ന മരുമകളായ രൂത്തിനെ നമുക്ക് കാണുവാൻ കഴിയും. അതും ഒരു മോവാബ്യ സ്ത്രീ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ സ്ത്രീ ഹല്ലേലൂയ അമ്മായിയമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, എന്നെ ഹല്ലേലൂയ വിട്ടു പിരിയുവാൻ ഒരിക്കലും പറയരുത്, ഞാൻ വിട്ടുപിരികയില്ല, മരണത്താൽ അല്ലാതെ വിട്ടുപിരിയുന്ന ഓരോ ചാൻസും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന് നിന്ന് അവർ രണ്ടുപേരും ബേത്ലഹേമിലേക്ക് പോകുവാനിടയായി തീർന്നു. രൂത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒരു മോവാബ് ദേശമെന്ന് പറയുന്നത് ശാപത്തിന് അധീനമായ ദേശമാണ്. അവിടുത്തെ ആൾക്കാരും അപ്രകാരമുള്ളവരാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ രൂത്തിന് ഒരിക്കലും ദൈവത്തെ അറിയുവാനുള്ള ഒരു ചാൻസ് ഇല്ല. ഹല്ലേലൂയ. അപ്രകാരം ചാൻസ് ഇല്ലാത്ത ആ സാഹചര്യത്തിലേക്ക് ഹല്ലേലൂയ ദൈവത്തെ അറിയുവാനായിട്ട് നവോമിയെയും കുടുംബത്തെയും ആ ദേശത്തേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. കാരണം രൂത്തിനെ രക്ഷിക്കണം, രൂത്തിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കണം. അതുകൊണ്ട് നവോമിയെയും കുടുംബത്തെയും കുറെ കാലത്തേക്ക് ആ ദേശത്തേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. സ്തോത്രം. അല്ലെ ബേത്ലഹേമിലേക്ക് പോയ രൂത്ത് അവിടെ താമസിക്കുമ്പോൾ ഹല്ലേലൂയ അന്ന് യവക്കൊഴുത്തിന്റെ കാലമായിരിക്കുമ്പോൾ ഹല്ലേലൂയ കൊയ്ത്തുകാരോടൊപ്പം ഹല്ലേലൂയ കൊയ്ത്തുകാർ കൊയ്യുമ്പോൾ അവരുടെ പക്കൽ നിന്ന് വീഴുന്ന ധാന്യമണികളെ ശേഖരിക്കുവാനായി അവൾ പാടത്തേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ കൊയ്ത്തുകാരോട് ചേർന്ന് നിന്ന് ധാന്യമണികൾ ശേഖരിക്കുന്ന രൂത്തിനെ ബോവസ് കാണുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ബോവസ് കണ്ടപ്പോൾ ഈ പ്രകാരം ബോവസ് പറയുന്ന ഒരു വാക്യമാണ് നാം വായിച്ചത്, നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. കാരണം അല്ലെങ്കിൽ ഇപ്രകാരം പറയാൻ കാരണം അമ്മായിയമ്മയോട് ചേർന്ന് നിന്ന് അമ്മായിയമ്മയ്ക്ക് വേണ്ടി നിൽക്കുന്നത്, അമ്മായിയമ്മയിൽ നിന്ന് വിട്ട് പിരിയാതെ ആ മാതാവിനോട് ചേർന്ന് നിന്ന് ആ മാതാവിന് വേണ്ടി നിന്ന കാരണത്താൽ നിന്റെ പ്രവർത്തിക്ക് ദൈവം പ്രതിഫലം തരട്ടെ. മനുഷ്യർക്ക് പ്രതിഫലം തരുവാൻ കഴിയുകയില്ല, എങ്കിലും പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മെക്കുറിച്ചും ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. നാം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രവർത്തിക്ക് പ്രതിഫലം ദൈവമാണ് തരുന്നത്, മനുഷ്യരല്ല തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഹല്ലേലൂയ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് പറയുവാൻ കാരണം അല്ലെങ്കിൽ ആശ്രയിപ്പാൻ കൊള്ളാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രതിഫലം തന്ന് മാനിക്കുന്ന ദൈവമാണ്. യഹോവയെ കാത്തിരിക്കുന്നവർക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്ന് വചനം പറയുമ്പോൾ നമുക്ക് പ്രതിഫലം സ്വർഗത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഇന്നത്തെ ദിവസം നമുക്ക് പ്രതിഫലം ലഭിച്ചില്ലായിരിക്കാം. നമ്മുടെ പ്രതിഫലത്തെ ഹല്ലേലൂയ യാക്കോബിന്റെ പ്രതിഫലത്തെ ലാബാൻ എപ്രകാരം അപഹരിച്ചുവോ, ലാബാൻ എപ്രകാരം മറിച്ചു കളഞ്ഞുവോ, അതുപോലെ പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ അപഹരിച്ചെന്നിരിക്കാം, മറിച്ചു കളഞ്ഞെന്നിരിക്കാം. എന്നാൽ വിശ്വസ്തയോടെ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമോ, ദൈവം പ്രതിഫലങ്ങളെ നൽകി മാനിക്കുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് ഭാരമുണ്ട്, ജീവിതത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട നന്മകൾ ലഭിക്കാതെ വണ്ണം ശത്രു അപഹരിച്ചു. അർഹതപ്പെട്ട നന്മകൾ നമുക്ക് കരങ്ങൾ എത്താതെ വണ്ണം പല വഴിക്ക് അത് ചിന്നിപ്പോയി, ചിതറിപ്പോയി. ഹല്ലേലൂയ. അങ്ങനെ വളരെയധികം ഭാരവും പ്രയാസത്തോടെയും നാം ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. പ്രതിഫലം തരുന്നത് ദൈവമാണ്. സ്തോത്ര. നമുക്ക് ലഭിക്കേണ്ട നന്മകൾ മനുഷ്യർ അപഹരിച്ചാൽ അതിൽ നാം ഭാരപ്പെടേണ്ട, വേദനിക്കേണ്ട. ഹല്ലേലൂയ. ശത്രു അപഹരിച്ചാൽ അതിൽ നാം വേദനിക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രതിഫലം തന്ന് എവിടെയെല്ലാം എന്തെല്ലാം അപഹരിച്ചോ അതെല്ലാം
നൂറിരട്ടിയായി മടക്കി തന്ന് മാനിക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനെയാണ് പ്രിയമുള്ളവരെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. ആരിലാണ് ആശ്രയിച്ചു വന്നിരിക്കുന്നത്? ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. സ്തോത്രം. പൂർണ്ണ പ്രതിഫലം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആശ്രയം ഹല്ലേലൂയ ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ. യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് ആശ്രയിപ്പാൻ കഴിവുള്ള നല്ലൊരു ചിറകുണ്ട്. ആ ചിറകിൻ കീഴിൽ നാം ആശ്രയം വയ്ക്കുകയാണെങ്കിൽ പൂർണ്ണ പ്രതിഫലം ലഭിക്കും. സ്തോത്രം. അല്ലെങ്കിൽ നല്ലൊരു ചിറകാണ്. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ. ഹല്ലേലൂയ. നാം ഇന്ന് എവിടെയാണ് ആയിരിക്കുന്നത്? ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിൻ്റെ ആ ചിറകിൻ കീഴിലാണോ നാം ആയിരിക്കുന്നത്? ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ പൂർണ്ണ പ്രതിഫലം നൽകും. ഹല്ലേലൂയ. ആ ചിറക് നമ്മെ സൂക്ഷിക്കുന്ന ചിറകാണ്. ആ ചിറക് നമ്മെ പരിപാലിക്കുന്ന ചിറകാണ്. ആ ചിറക് ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ വരുമ്പോൾ ശത്രു കാണാതെ വണ്ണം മറയ്ക്കുന്ന ചിറകാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 സങ്കീർത്തന 4 വാക്യത്തിൽ പ്രകാരം പറയുന്നത്, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കുക, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാണോ ശത്രു കാണാതെ വണ്ണം മറയ്ക്കും. ഹല്ലേലൂയ. പലപ്പോഴും ശത്രുവാകുന്നവൻ ഹല്ലേലൂയ നമ്മെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ഒരു കോഴിക്കുഞ്ഞിനെ എപ്രകാരം കഴുകൻ പരുന്ത് കൊത്തിയെടുത്തു കൊണ്ടുപോകുന്നു, അപ്രകാരം പലപ്പോഴും ശത്രു കൊത്തിയെടുത്തു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയില്ലേ? അവിടുന്നൊക്കെയും രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചതിനാലാണ്. ഇന്ന് പ്രിയമുള്ളവരെ, പലരും പലതിലും ആശ്രയിക്കുമ്പോൾ നാം പലതിലും ആശ്രയിക്കാതെ വണ്ണം ഹല്ലേലൂയ നമ്മെ രക്ഷിച്ചവൻ, നമ്മെ വിടുവിച്ചവൻ ആ കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ നാം ആശ്രയം വെച്ചുകൊണ്ട് മുന്നേറുന്നവരായി തീരണം. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവരെ ദൈവം കൈവിടുന്ന ദൈവവുമല്ല. ഹല്ലേലൂയ. സമയാസമയങ്ങളിൽ വേണ്ടതെല്ലാം നൽകി മാനിക്കുവാൻ സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വശത്ത് ശത്രു അപഹരിച്ച് നിരിക്കുക, നന്മകളെ ശത്രു ലഭിക്കാതെ വണ്ണം തടഞ്ഞു നിരിക്കുക. എന്നാൽ ഹല്ലേലൂയ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ആദ്യത്തെ ദിവസം ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നുവെങ്കിൽ ഹല്ലേലൂയ ദേശത്തിൻ്റെ പ്രഭു ആ പ്രാർത്ഥനയെ തടഞ്ഞു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേലിനെ ഇറക്കിക്കൊണ്ട് ആ പ്രാർത്ഥനയുടെ മറുപടി ദാനിയേലിൻ്റെ കരത്തിൽ കൊടുത്ത കർത്താവ് എവിടെയാണ് ശത്രു നന്മകൾ അപഹരിച്ചത്, എവിടെയാണ് ശത്രു വെല്ലുവിളിക്കുന്നത്, അതിൽ നിന്ന് ജയം തന്ന് നഴി നടത്തുവാൻ സർവശക്തനാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ. നേരം രൂത്തിന്റെ ആശ്രയം ആരാണ്? മനുഷ്യരല്ല, ദൈവം മാത്രമാണ് രൂത്തിന്റെ ആശ്രയം. ഹല്ലേലൂയ. സ്വന്തം ദേശം വിട്ട് അന്യദേശത്തേക്ക് രൂത്ത് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ടാണ് അവൾ ബോബസിന്റെ വയലിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ബോബസിൻ്റെ വയലിൽ ഹല്ലേലൂയ സ്വയമായി അവൾ വന്നതല്ല, അവളെ അവിടെ ദൈവം കൊണ്ടുവരുവാറാക്കിയതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിനാൽ ബോബസ് പറയുന്നത് ഒരു പൂർണ്ണ പ്രതിഫലം ലഭിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ബൈബിളിൽ ഹല്ലേലൂയ അവളുടെ പേരെഴുതി ചേർക്കുവാൻ ഇടയായി തീർന്നു. അവളിലൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശായി ജനിക്കപ്പെട്ടു. ഈശായിൽ നിന്ന് ദാവീദിന്റെ വംശത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. സ്തോത്ര. ഒരിക്കലും ചിന്തിക്കാത്ത കാര്യം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം ആണ് നടന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തയ്ക്കപ്പുറമായിട്ട്, നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും നാം ചിന്തിക്കാത്ത രീതിയിൽ, ഒരിക്കലും നാം ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി കാണണമോ, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ.
ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ഹല്ലേലൂയ അബ്രഹാം എല്ലാം വിട്ട് ഹല്ലേലൂയ തൻ്റേതെന്ന് പറയുന്ന ദൈവവിളിയുടെ മുൻപിൽ അബ്രഹാം തൻ്റേതെന്ന് പറയുന്ന സകലത്തെയും വിട്ടുകൊണ്ടിറങ്ങി. ഹല്ലേലൂയ വിട്ടുകൊണ്ടിറങ്ങിയപ്പോൾ ഹല്ലേലൂയ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ താൻ യാത്രയായപ്പോൾ ഹല്ലേലൂയ വിട്ടതിനേക്കാൾ ഉപരിയായി എന്തെല്ലാം എവിടെയെല്ലാം വിട്ടുവോ അതിനേക്കാൾ ഉപരിയായി ആത്മീയ നന്മകൾ ഭൗതിക നന്മകളെല്ലാം നൽകി ദൈവം മാനിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നാം ഹല്ലേലൂയ പലപ്പോഴും ഭാരപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ആരോടും പറയുവാൻ കഴിയാത്ത വേദനയോടെ ആയിരിക്കുന്നുവോ? ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ആരോടും പറയുവാൻ കഴിയാത്ത വേദനയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ളവൻ, ആന്തരിക മുറിവുകൾക്ക് സൗഖ്യം നൽകുവാൻ കഴിവുള്ളവൻ, ആ ചിറക് നമ്മെ സംരക്ഷിക്കുന്ന ചിറക്, ആ ചിറക് നമ്മെ വഹിക്കുന്ന ചിറകാകിയാൽ ആ ചിറകിൻ കീഴിൽ നാം ആശ്രയിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. സ്തോത്രം. നമ്മുടെ ആരാധനയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനെന്താണ് വേണ്ടത്? വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസമാണ് വേണ്ടത്. ദൈവത്തിലുള്ള വിശ്വാസത്താൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ഹല്ലേലൂയ ദൈവമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ അന്വേഷിക്കുന്നവരായി തീരണം. അപ്രകാരം നാം ചെയ്യും ഹല്ലേലൂയ പ്രതിഫലം നൽകുന്നു. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലങ്ങളെ നൽകുന്നു. സ്തോത്രം. ഈ ഭൂമിയിൽ നാം ഹല്ലേലൂയ ആയുസ്സോടെ ആയിരിക്കുന്നത്, ആരോഗ്യത്തോടെ ആയിരിക്കുന്നത് ദൈവം തന്ന പ്രതിഫലമാണ്. ഹല്ലേലൂയ അനേകർ ഹല്ലേലൂയ അപകടപ്പെട്ടപ്പോൾ, അനേകർ മരണപ്പെട്ടപ്പോൾ, അനേകർ ഭയത്തിലും ഭീതിയിലുമായിരിക്കുമ്പോൾ അപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെയും മാറ്റിക്കൊണ്ട് വ്യത്യസ്തമായ തലത്തിൽ നിൽക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് തന്ന പ്രതിഫലമാണ് ഈ ലോകത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നതിനാൽ, ദൈവത്തെ വിശ്വസിക്കുന്നതിനാൽ, ദൈവത്തെ ആരാധിക്കുന്നതിനാൽ ദൈവം തന്ന പ്രതിഫലമാണ്. സ്തോത്രം. ഒരു ദൈവ പൈതലാണോ ഈ ഭൂമിയിൽ പ്രതിഫലത്തെ പ്രാപിക്കും. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ നിത്യതയിലും പ്രതിഫലത്തെ, വാടാത്ത കിരീടത്തെ ഹല്ലേലൂയ പ്രതിഫലത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. നാം ഏത് പക്ഷത്താണ് ഇന്ന്? നമ്മുടെ ഹല്ലേലൂയ നാം ദൈവത്തെ എപ്രകാരമാണ് വിശ്വസിക്കുന്നത് ഒന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. രൂത്തിനെ പോലെ പൂർണ്ണ പ്രതിഫലത്തെ പ്രാപിക്കുവാനായി ആ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നതുപോലെ നാമും ആശ്രയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വലിയൊരു പ്രതിഫലത്തെ പ്രാപിക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഒരു ചിറകിൻ്റെ പ്രത്യേകതയെ പറ്റി നമുക്ക് നോക്കാം. വഹിക്കുന്ന ചിറകാണ്. രൂത്തിനെ പറ്റി പറയുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആശ്രയിക്കുന്ന ചിറകിനെ പറ്റി കാണുവാൻ കഴിഞ്ഞുവെങ്കിൽ വഹിക്കുന്ന ചിറകിനെ പറ്റി നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം മോശയാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പുസ്തകത്തിൽ ഹല്ലേലൂയ മോശ ഇസ്രായേൽ ജനത്തെ എപ്രകാരം കൊണ്ടുവന്നുവെന്ന്, മിസ്രയീമ്യർ ഹല്ലേലൂയ ദൈവജനത്തിന് വിരോധമായി എപ്രകാരം നിന്നുവെന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. എന്നാൽ ഹല്ലേലൂയ ദൈവം പറയുന്നത്, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തത്, ശത്രുക്കളോട് എന്താണ് ദൈവം ചെയ്തത്? മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ മോശ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളവരോട്, ചുറ്റുപാടുള്ളവരോട് അവരുടെ വെള്ളിയാഭരണങ്ങൾ, അവരുടെ വെള്ളിയും പൊന്നും വിലയേറിയ വസ്തുക്കളൊക്കെയും ചോദിക്കണമെന്ന് പറയുകയും അപ്രകാരം ചോദിക്കുകയും ചെയ്തപ്പോൾ ദൈവം മിസ്രയീമ്യരുടെ ഹൃദയത്തോട് ഇടപെടുകയും അവരുടേതായ വില പിടിപ്പിക്കുന്ന സകല പൊന്നും വെള്ളിയും വിലയേറിയ വസ്തുക്കൾ ഇസ്രായേൽ മക്കൾക്ക് നൽകുവാനിടയായി തീർന്നു. സ്തോത്രം. ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞുവെങ്കിൽ അവർ
ഹല്ലേലൂയ അവിടെ കഷ്ടത അനുഭവിച്ചു എങ്കിൽ അവർ പുറപ്പെടുമ്പോൾ വെറും കൈയോടെ അല്ല പ്രിയപ്പെട്ടവരെ ശത്രുദേശത്തു നിന്ന് പുറപ്പെട്ടത്. സ്തോത്ര. നമുക്കൊരു പുറപ്പാടുണ്ട്. ഹല്ലേലൂയ. നാം വെറും കൈയോടെ പുറപ്പെടുകയില്ല. നമുക്ക് തരുവാനുള്ളതെല്ലാം ദൈവം നൽകി തന്ന് നമ്മൾ എവിടെയെല്ലാം അപഹരിക്കപ്പെട്ടോ, എവിടെയെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ നാം നഷ്ടം സംഭവിച്ചോ, അതിനെയെല്ലാം നൽകി തന്നുകൊണ്ടാണ് ദൈവം നമ്മെയും പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കണം. ഇവിടെ പറയുന്നത് ഞാൻ മിസ്രയീമ്യരോട് ചെയ്തത് എന്താണ്? 15-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ആ ചെങ്കടലിൽ നിന്ന് അവർ ഹല്ലേലൂയ ജയം പ്രാപിച്ച് ഹല്ലേലൂയ കടന്നു വരുമ്പോൾ അവർ അവിടെ സ്തുതിക്കുന്നതായ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത്, ബലമുള്ള രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത്, ശത്രുവിനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടുകൊണ്ട് തൻ്റെ ജനത്തെ ഹല്ലേലൂയ അക്കരെ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ എത്തിച്ച കാര്യങ്ങളൊക്കെയും ഓർത്തുകൊണ്ട് അവർ സ്തുതിക്കുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആ വാക്യമാണ്, ആ കാര്യങ്ങളാണ് ഇവിടെ ദൈവം മോശയോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും. സ്തോത്രം. നിങ്ങളെ ഇസ്രായേൽ ജനത്തെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. ഹല്ലേലൂയ. എപ്രകാരമാണ് വഹിച്ചത്? കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് ഹല്ലേലൂയ സ്വയം നടത്താതെ വണ്ണം ഒരു ചിറകിന്മേൽ വഹിച്ചുകൊണ്ടാണ് അവരെ നടത്തിയത്. സ്തോത്രം. അത് കണ്ടുവല്ലോ എന്ന് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോക യാത്രയിൽ പലപ്പോഴും പ്രിയമുള്ളവരെ നാം തളർന്നു പോകാറുണ്ട്. പലപ്പോഴും വീണു പോകുന്ന അനുഭവങ്ങളുണ്ട്. നടക്കുവാൻ കഴിയാത്തതായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ അപ്രകാരമുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മെ വഹിക്കുന്ന ഒരു ചിറക് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ആരോ എന്നെ എടുത്തുകൊണ്ട് നടത്തുന്നത് പോലെ ക്ഷീണിച്ച സാഹചര്യത്തിൽ ഹല്ലേലൂയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ, പ്രതികൂലങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ സ്വയമായി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ആരോ എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ. സ്തോത്രം. ആരോ എന്നെ വഹിക്കുന്നത് പോലെ സ്വയം ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായിട്ടില്ലേ? സ്തോത്ര. എത്രയോ പ്രാവശ്യം ശത്രുവാൽ ഭാരപ്പെട്ടപ്പോൾ, എത്രയോ പ്രാവശ്യം തളർന്നു പോകും, വീണു പോകും, ഇനി ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമ്മെ വഹിച്ചു. ഹല്ലേലൂയ പ്രകാരം കഴുകന്മാരെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ ഹല്ലേലൂയ കഴുകൻ ഹല്ലേലൂയ എൻ്റെ ചിറകെന്ന് പറയുന്നത് അത് ബലമുള്ള ചിറകാണ്. സ്തോത്ര. അല്ല, ആ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വഹിക്കുന്നത്. ഇന്നും നമ്മെ അപ്രകാരമാണ് നടത്തുന്നത്. പലപ്പോഴും മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധികൾ ഹല്ലേലൂയ ജീവിതത്തിന് മേൽ ഒന്നൊന്നായി കടന്നു വരുന്നു. ഒന്ന് മാറുമ്പോൾ അടുത്തത്, അടുത്തത് മാറുമ്പോൾ അടുത്തത്. സമാധാനമില്ലാത്ത അവസ്ഥ, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, ഭാരപ്പെടുത്തുന്ന അവസ്ഥ, ഹൃദയം കലങ്ങുന്ന അവസ്ഥ, ഹൃദയം പൊട്ടുന്ന അവസ്ഥ. ഹല്ലേലൂയ പ്രകാരമുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. ആ സാന്നിധ്യത്തെ ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല പ്രിയമുള്ളവരെ. നമ്മെ നടത്തുന്ന ദൈവത്തെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് ഹല്ലേലൂയ നാം കൊടുക്കേണ്ട മഹത്വം സ്തുതികളും നാം ദൈവത്തിന് കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോക ജീവിത യാത്രയിൽ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ തടസ്സമെന്ന് കാണുന്നതിനെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ മുന്നേറുവാൻ കഴിയുകയില്ല എന്ന ഉള്ള രീതിയിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കണമോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകണം. ഹല്ലേലൂയ. അവിടെ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ നാം അറിയാത്തതായ ഒരു സുരക്ഷ കൊണ്ടുവരും. നാം അറിയാത്തതായ ഒരു ഹല്ലേലൂയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വരും. സ്തോത്രം. മിസ്രയീമ്യരുടെ മധ്യത്തിൽ ഇസ്രായേൽ മക്കൾ ഇത്രയധികം കഷ്ടപ്പെട്ടപ്പോഴും അവരെ നടത്തിയത് കഴുകന്മാരെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. കാണത്തക്ക നിലയിലുള്ള ദൈവപ്രവൃത്തി ഈ നാളുകൾ വെളിപ്പെടും. ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, ശത്രുവിനാലുള്ള ഞരക്കമാണോ ഉള്ളത്, ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയാണോ ഉള്ളത്, ആ ശത്രുവിൻ്റെ മധ്യത്തിൽ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ ഞരങ്ങുന്ന അവസ്ഥയുടെ മധ്യത്തിൽ ഹല്ലേലൂയ വിടുവിക്കുവാൻ സർവശക്തനായ കർത്താവ് ഹല്ലേലൂയ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ അനുഭവം രുചിച്ചറിയത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം.
അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ കഴിയുകയുള്ളൂ. കഴുകൻ എപ്രകാരമാണ് വഹിക്കുന്നത്? ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ ഞാൻ ചിറക് വിരിച്ചു, അവനെ എടുത്തു, തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ഹല്ലേലൂയ. മനോഹരമായ കൂടൊക്കെയും കഴുകൻ പണിയും തൻ്റെ കുഞ്ഞുങ്ങളെ ഏകദം ഹല്ലേലൂയ ആ ഒരു കുഴപ്പവുമില്ലാതെ സേഫ്റ്റിയായി വെക്കേണ്ട നല്ല കൂടുകളൊക്കെ ഉണ്ടാക്കും. ഹല്ലേലൂയ. ആ കൂടിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കും. പറക്കുന്ന പ്രായമായാലും കുഞ്ഞുങ്ങൾ പറക്കാതെ ഇരിക്കുമ്പോൾ ആ കൂടിനെ ഒന്ന് പൊളിക്കും, കുഞ്ഞുങ്ങളെ പറക്ക പഠിക്കാനായിട്ട്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പറക്കുന്ന കുഞ്ഞുങ്ങൾ താഴേക്ക് പോകുന്നു, നിലത്ത് വീഴുമെന്നുള്ള സാഹചര്യം വരുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് ചെന്ന് ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. സ്തോത്ര. എപ്രകാരമാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഹല്ലേലൂയ തിരമാലകൾ ഒന്നിനുമീതെ കടന്നു വന്നിട്ട് ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ജീവിതം സ്റ്റക്കായിത്തീരുന്നു എന്ന് തോന്നുന്ന അനുഭവത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ വഹിക്കുന്ന ഒരു ചിറക്. എവിടെയാണ് സ്റ്റക്കായത്? എവിടെയാണ് മുന്നോട്ട് പോകുവാൻ കഴിയാത്തത്? വഹിക്കുന്ന ഒരു ചിറക് ഹല്ലേലൂയ നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ആ ചിറകിന്മേൽ എടുത്തുകൊണ്ട് ഹല്ലേലൂയ മുകളിലേക്ക് പോകുന്നതായ ഒരനുഭവം നമുക്കുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ പെട്ടുപോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഭാരം വരുമ്പോൾ അതിൽ മുക്കിക്കളയുവാൻ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. ഓളങ്ങൾ തിരുവാലകളിൽ ഇതാ നീ പൊക്കോ എന്നും പറഞ്ഞ് വിട്ടുകളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. പ്രശ്നത്തിൽ അകപ്പെട്ട് കളയുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. അവിടെ നിന്ന് ഹല്ലേലൂയ വിടുവിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുവാൻ തയ്യാറാകണം. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ ഹല്ലേലൂയ ഞാൻ ദൈവം ചിറക് വിരിച്ചു. ആരെ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചിറക് വിരിച്ചു. സ്തോത്രം. അവൻ എടുത്തു, തൻ്റെ ചിറകിന്മേൽ വഹിച്ചു. ഹല്ലേലൂയ. മരണം എത്ര പ്രാവശ്യം നമ്മെ ഓരോരുത്തരെയും കൊണ്ടുപോകാൻ കടന്നു വന്നു? ചിന്തിച്ചു നോക്കിക്കേ. ഒന്ന് പുറകോട്ട് ഈ സമയം ചിന്തിച്ചു നോക്കിക്കേ. എത്ര പ്രാവശ്യം രോഗിയായി തീർന്നു? എത്ര പ്രാവശ്യം മരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതായിരുന്നു? മരണത്തിന് കൊടുക്കാതെ വണ്ണം വഹിച്ച ഒരു ചിറകുണ്ട്, എടുത്ത ഒരു ചിറകുണ്ട്. നാം മറന്നു പോകരുത്. ഇന്ന് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ചിറക് വിരിച്ചു. ഹല്ലേലൂയ. അവനെ എടുത്തു. ഹല്ലേലൂയ. തൻ്റെ ചിറകിന്മേൽ വഹിച്ചു. മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുമോ ഇപ്രകാരമുള്ള കാര്യം? മരണത്തിന് ഹല്ലേലൂയ കൊടുക്കാതെ വണ്ണം മനുഷ്യർ നമ്മെ സൂക്ഷിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇല്ല. മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയാത്ത ഓരോ വിധത്തിലുള്ള കാര്യങ്ങൾ ഓരോ ദിവസം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് അത്ഭുതകരമാവണ്ണം നമ്മെ നടത്തുമ്പോൾ ഹല്ലേലൂയ നാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്തേ മതിയാവൂ. ഹല്ലേലൂയ. നന്ദിയോടെ നാം ദൈവത്തെ സ്തുതിച്ചേ മതിയാവൂ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. ഹല്ലേലൂയ. 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 അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 31-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ ഹല്ലേലൂയ പക്ഷികളൊക്കെയും കൂടുവച്ച് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ പറക്കുവാനായി തുടങ്ങുമ്പോൾ അതിൻ്റെ ഹല്ലേലൂയ ആ തള്ള പക്ഷികൾ ഹല്ലേലൂയ മുതിർന്ന പക്ഷികൾ ആ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണത്തിനായി ചുറ്റി പറന്നുകൊണ്ട് അവിടെ ഇവിടെയും കാവലിരിക്കും. എൻ്റെ കുഞ്ഞിനെ ആരും അപഹരിക്കരുത്, ഒന്നിൻ്റെ കയ്യിൽ പെടരുത് എന്നും പറഞ്ഞ് അതിന് കാവലിരിക്കുന്നത് പോലെ ഹല്ലേലൂയ നാം ആകുന്ന യെരൂശലേമിൻ്റെ സ്ഥാനത്ത് നാം ഓരോരുത്തരെയും നിർത്തിക്കൊണ്ട് നാമും പറയണം, ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ ദൈവം എന്നെ കാത്തുകൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പക്ഷിക്ക് ഹല്ലേലൂയ തൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ഇത്രയും ചിന്തയുണ്ട്, അതിനെ സംരക്ഷിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ
നമ്മുടെ കർത്താവ് അതിനേക്കാൾ ഉപരിയായി നമ്മെ കാക്കുന്നവൻ, പരിപാലിക്കുന്നവനാണ്. എപ്രകാരം അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. സ്തോത്രം, ഹല്ലേലൂയ. കാത്തു രക്ഷിക്കും. നശിപ്പിക്കുന്നതായ, നാശം വിതയ്ക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നശിപ്പിക്കാതെ വണ്ണം പരിപാലിക്കുന്നവൻ. സ്തോത്രം, ഹല്ലേലൂയ. കഴുകന്റെ ചിറകെന്തിനാണ്? നാശം സംഭവിക്കരുത്, ഹല്ലേലൂയ. അനർത്ഥം സംഭവിക്കരുത്, ദുഃഖകരമായ അവസ്ഥ ഉണ്ടാകരുത്, ഹല്ലേലൂയ. കണ്ണുനീരും ദുഃഖവും നെടുവീർപ്പൊക്കെയും നീങ്ങിപ്പോകണം, ഹല്ലേലൂയ. അതിനുവേണ്ടി പരിപാലിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ തയ്യാറാകുക. നമ്മുടെ കർത്താവിൻ്റെ പരിപാലനം, ഹല്ലേലൂയ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്നവൻ, ഹല്ലേലൂയ. തലയിലെ, ഹല്ലേലൂയ, ഒരു മുടി പോലും നിലത്ത് വീണാൽ അതിനെ അറിയുന്ന ദൈവം. സ്തോത്രം. ആ പരിപാലനം നമ്മുടെ മേൽ ഉള്ളപ്പോൾ, ഹല്ലേലൂയ, ഓരോ ദുഷ്ടനും നമ്മുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ ഇടയാകുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. യോബിനെ, ഹല്ലേലൂയ, ദൈവം പരിപാലിച്ചത് എങ്ങനെയാണ്? വേലി കെട്ടിയാണ് യോബിനെ സൂക്ഷിച്ചത്. വേലി കെട്ടി സൂക്ഷിച്ചപ്പോൾ ശത്രു പറയുകയാണ്, അവൻ്റെ വേലി ഒന്ന് പൊളിച്ചാൽ അവൻ തള്ളിപ്പറയും. സ്തോത്രം. വേലി പൊളിക്കരുത്. ദൈവം നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി, പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയുടെ വേലി നാം പൊളിച്ചു കളയുവാൻ അനുവദിക്കാതെ വണ്ണം, ശത്രു പൊളിച്ചു കളയുവാൻ അനുവദിക്കാതെ വണ്ണം നാം, ഹല്ലേലൂയ, വേലിക്കകത്ത് സുരക്ഷിതരായി ഇരിക്കണമോ? ദൈവമായുള്ള കണക്ഷൻ ഉണ്ടാകണം. സ്തോത്രം. ദൈവമായുള്ള ബന്ധത്തിൽ ഒന്നുകൂടെ നാം മുന്നേറുന്നവരായിത്തീരണം. ആഴമായി നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം. ഇന്ന് പലപ്പോഴും നാം നമുക്കുള്ളതിനെ സ്നേഹിക്കുന്നു, ഹല്ലേലൂയ, നമുക്കെന്ന് പറയുന്നതിനെ നാം സ്നേഹിച്ചുകൊണ്ട് മുന്നേറുന്നു. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിക്കണോ? ആഴത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായിത്തീരണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം നാം അനുഭവിക്കുമ്പോൾ നാം ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കുന്നവരായി തീരണം. നാമും ദൈവമായുള്ള സ്നേഹം എപ്രകാരമാണ്? ആഴത്തുള്ള സ്നേഹമാണോ? അതോ അല്പസ്വല്പം കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹമാണോ? നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. നാമും ദൈവമായിട്ട് ഒരഭേദ്യ ബന്ധമുണ്ടായി, അല്ലെങ്കിൽ അപ്പനും മക്കളിനേക്കാൾ ഉപരിയായുള്ള ആ സ്നേഹത്തിലേക്ക് ഈ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനം നമ്മിൽ ഉണ്ടാകുക. ഒരു പക്ഷിയേക്കാൾ അപ്പുറമായി നമ്മെ നശിപ്പിക്കാതെ വണ്ണം, ഹല്ലേലൂയ, നമ്മെ നശിപ്പിക്കാതെ വണ്ണം കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഒരു ചിറകിൻ്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് രോഗശാന്തി പ്രദാനം ചെയ്യുന്ന ചിറക്. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിന്മേൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നീതി സൂര്യൻ, ഹല്ലേലൂയ, തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. ഹല്ലേലൂയ. ഇന്ന് പല തരത്തിലുള്ള രോഗങ്ങളാൽ നാം ഭാരപ്പെടുന്നു. ആന്തരിക മുറിവുകൾ, ഹല്ലേലൂയ, സൗഖ്യമാക്കുവാൻ ഈ ലോകത്തിൽ ഓരോ ഡോക്ടർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, അല്ലെ പലവിധമാകുന്ന ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് വേദനയായി തീർന്നുകൊണ്ട്, അത് ദുഃഖമായി തീർന്നുകൊണ്ട്, ഹല്ലേലൂയ, നാം ദുഃഖിച്ച് കരയുന്നവരുമായി തീരാറുണ്ട്. എന്നാൽ അപ്രകാരമുള്ള ആന്തരിക മുറിവുകൾക്ക് ശമനം തരുന്നത് നീതി സൂര്യനായ യേശു കർത്താവാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ചിറകിൻ കീഴിലാണോ രോഗോപശാന്തി ഉണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരീരത്തിന്മേൽ, പ്രാണനിന്മേൽ, ആത്മാവിന്മേലുള്ള രോഗത്തെ മാറ്റി പൂർണ്ണമായി വിടുവിക്കുവാൻ സർവശക്തനായ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കുന്നുവോ ആന്തരിക മുറിവുകൾ ബാഹ്യ മുറിവുകളെയും സൗഖ്യമാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, അവൻ, ഹല്ലേലൂയ, നമ്മെ വിടുവിക്കുന്നവനാണ്. അടിപ്പിണരുകളാലുള്ള സൗഖ്യം നൽകുന്നവനാണ്. സ്തോത്രം. നീതി സൂര്യനായ കർത്താവിൽ നാം ആശ്രയിക്കുന്നവരായി തീരണം. സ്തോത്ര. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ
അടിപ്പിണർ പൊറിപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയും സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെയും ഇരട്ടിയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, യഹോവ തൻ്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവന്റെ അടിപ്പിണർ പൊറിപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഏതെല്ലാം മുറിവാണ്? ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അകത്ത് മുറിവ്, അല്ലെങ്കിൽ മനസ്സിനകത്ത് മുറിവ്, ശരീരത്തിന്മേൽ മുറിവ്, ഉച്ചി മുതൽ ഉള്ളം കാൽ വരെ മുറിവ്. ഹല്ലേലൂയ. ഒട്ട് പൊറുക്കുന്നു അതില്ല. ഹല്ലേലൂയ. മുറിവൊന്ന് കരിയുന്നു അതില്ല. മുറിവിന്മേൽ മുറിവ് കൂടിക്കൂടി വരുന്നതായ സാഹചര്യമാണ്. ഹല്ലേലൂയ. ആന്തരിക മുറിവുകൾക്ക് ശമനം തരുവാൻ കർത്താവിനല്ലാതെ വേറെ ആർക്കും കഴിയുകയില്ല. ആ കർത്താവിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുമ്പോൾ യഹോവ തൻ്റെ ജനത്തിന്റെ മുറിവ് കെട്ടും. സ്തോത്ര. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ ഇവിടെ യശയ്യാപ്രവചനത്തിൽ പറയുകയാണ്, അവൻ അവരുടെ അടിപ്പിണർ പൊറിപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ, അല്ല, ചന്ദ്രന്റെ പ്രകാശപ്രകാരമാകും സൂര്യന്റെ പ്രകാശം പോലെയായിത്തീരും. സൂര്യന്റെ പ്രകാശമോ ഇന്ന് വരെ പ്രകാശിച്ചിട്ടില്ലാത്ത 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. മുറിവിനെ പൊറിപ്പിക്കുന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പലതരത്തിലുള്ള മുറിവുകൾ കാരണത്താൽ പലതരത്തിലുള്ള രോഗങ്ങൾ കടിമകളായിത്തീരുന്നു. ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ട് മുറിവേറ്റ വ്യക്തികൾ ആ മുറിവിനെ കൊണ്ടു നടക്കുമ്പോൾ അത് പല വിധത്തിലുള്ള രോഗമായി പരിണമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നാം ചികിത്സിക്കുവാനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഡോക്ടർ എല്ലാവിധ ടെസ്റ്റും നടത്തിയിട്ട് പറയും രോഗമൊന്നുമില്ല എന്ന് പറയും. എന്നാൽ വ്യക്തിയോട്ട് വിടുതൽ പ്രാപിക്കുന്നു, അതുമില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ രോഗിക്ക് രോഗമില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ രോഗി അല്ലെങ്കിൽ ഭയങ്കരമാകുന്ന രോഗത്തിനടിമയായി തീർന്ന അവസ്ഥയിലാണ്. അതെന്താണ് കാരണം? ആ മനസ്സിന് ഹൃദയത്തിനുമൊക്കെ ഏറ്റ മുറിവുകളാണ്. പലവിധമാകുന്ന വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടും പലരുടെയും വന്ന മുറിവുകൾ അത് പൊറുക്കാതെ കിടക്കുമ്പോൾ ഹല്ലേലൂയ പലവിധമാകുന്ന രോഗങ്ങളായി പരിണമിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിൽക്കുവാൻ കഴിയുന്നില്ല, ഇരിക്കുവാൻ കഴിയുന്നില്ല, ആഹാരം കഴിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഒന്നിനും സാധിക്കാത്ത നിലയിലുള്ള പല തരത്തിലുള്ള രോഗത്തിനടിമകളായി തീരുന്നു. ഹല്ലേലൂയ. ഡോക്ടറുടെ പരിശോധനയിൽ അത് കണ്ടെത്തുന്നില്ല താനും. ഹല്ലേലൂയ. അങ്ങനെയുള്ള രോഗങ്ങളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്കൊരു ആന്തരിക സൗഖ്യം തരണമേ. എവിടെല്ലാം ഞാൻ ഹല്ലേലൂയ ഓർക്കുമ്പോൾ കരയുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു വിടുതൽ തരണമേന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായ അകത്തുള്ള മുറിവുകളെ പൊറിപ്പിച്ച് രോഗങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് നടത്തുവാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. വിശ്വസിച്ചാട്ട്. ഹല്ലേലൂയ. ആന്തരിക മുറിവുകളെ പൊറിപ്പിക്കുന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. അതിനാൽ ആന്തരിക മുറിവുകൾക്കുള്ള ശമനം ദൈവത്തിൽ നിന്നാണ് നൽകുന്നത്. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവനെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി. എവിടെയാണ്? അല്ലെങ്കിൽ നമ്മെ ആന്തരികമായി മുറിവേൽപ്പിച്ചിരിക്കുന്ന ആ മേഖലയിൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സൗഖ്യമാക്കുകയും ആ മേഖലയിൽ സമാധാനവും സത്യത്തിൻ്റെയും സമൃദ്ധി വെളിപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വേദനിപ്പിക്കുന്ന സകല വിഷയങ്ങളെയും ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ പലവിധ രോഗങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനിടയായിത്തീരും. സ്തോത്രം. പലവിധമാകുന്ന രോഗങ്ങളിൽ നിന്ന് മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത സകല രോഗത്തിൽ നിന്നും വിടുതൽ നൽകി മാനിക്കുവാൻ ദൈവം സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് നാം 3 ചിറകുകളെ പറ്റിയാണ്, അനവധി ചിറകുകളുടെ കാര്യം ബൈബിൾ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ 3 ചിറകുകളെ പറ്റി നമുക്ക് ദൈവത്തിൻ്റെ 3 ചിറകുകളുടെ പ്രത്യേകതയെ പറ്റി നമുക്ക് കാണുവാൻ കഴിഞ്ഞ്, 1 ദൈവത്തിൻ്റെ ചിറകെ വഹിക്കുന്ന ചിറകാണ്, 2 ആശ്രയിക്കുന്ന ചിറകാണ്, 3 രോഗശാന്തി പ്രദാനം ചെയ്യുന്ന ചിറകാണ്. ഹല്ലേലൂയ.
ഇങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ വഹിക്കുന്ന ദൈവം കഴുകന്മാരെ ചിറകിൽ വഹിച്ച് ഹല്ലേലൂയ നടത്തുന്നത് പോലെ നമ്മെ നടത്തുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയം വെച്ച് വരുന്നവർക്ക് പൂർണ്ണ പ്രതിഫലം കൊടുക്കുന്ന കർത്താവ്. നീതി സൂര്യനായ ഹല്ലേലൂയ നീതി സൂര്യൻ്റെ തൻ്റെ ചിറകിൻ കീഴ് രോഗോപശാന്തിയുണ്ട്. ആ രോഗശാന്തിയാൽ നിറയ്ക്കുന്ന ആന്തരിക മുറിവുകൾക്ക് ശമനം തരുന്ന കർത്താവ്. ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല ഈ വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വൈകിയ സമയത്ത് കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ആലോചനകൾ കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് ഹല്ലേലൂയ ഇവരെ സൂക്ഷിക്കണമപ്പ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഇവരെ വഹിക്കണമപ്പ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വരുമ്പോൾ പ്രതിഫലം പ്രാപിപ്പാൻ ചെയ്യുമാറാകണമപ്പ. ഹല്ലേലൂയ. രോഗശാന്തിയും ആരോഗ്യം വരുത്തി സൗഖ്യമാക്കുമാറാകണം. മുറിവുകളെ ഒക്കെയും അങ്ങ് കെട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വേദനിപ്പിക്കുന്ന സകല വിഷയങ്ങളിൽ ഈ ജനം വിടുതൽ പ്രാപിക്കണമപ്പ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങൾ വിടുതലുകൾ സംഭവിക്കട്ടെ. സമാധാനമില്ലാത്ത മേഖലകൾ ദൈവിക സമാധാനം ഓരോരുത്തരും കടന്നു വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയമായ ഭൗതികമായ ശാരീരികമായ മാനസികമായ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച് സൗഖ്യവും വിടുതലും പ്രാപിച്ച് ഹല്ലേലൂയ മുന്നേറുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ, പൂർണ്ണ പ്രതിഫലത്തെ പ്രാപിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണം. ഈ പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്തദാസിയെയും കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കണം. കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. നമ്മെ വഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പൂർണ്ണ പ്രതിഫലം തരുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.